അഖിൽ മാരാരും യൂട്യൂബേഴ്സും കൂടെ കിടന്ന് അടിയും ബഹളവും. ഇതൊക്കെ സ്ട്രാറ്റജിയാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? സിമ്പിള് കാര്യമാണ്. പുള്ളിക്ക് വലിയ വ്യൂ അക്സെപ്റ്റൻസും ഒന്നും ഇല്ല. ഇനിയിപ്പോൾ അവരിന് ശേഷം വന്നിരുന്നിട്ട് കുറേ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പട്ടിച്ചാത്തനം തിരിഞ്ഞു നോക്കുന്നില്ല. വാസ്തവത്തിൽ പുള്ളിക്കാരനെ ജയിപ്പിച്ചു വിട്ടത് കുറേ കുലസ്ത്രീകളാണ്. ചേട്ടൻ എന്നെ തല്ലിയാലും എനിച്ചൊന്നുമില്ല, എൻ്റെ പ്രാണനാഥനാണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വരുത്തി തീർക്കുമ്പോൾ സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കുന്ന കുറേ പേട്ട് തലച്ചിമാരാണ് ആളുടെ ഫാന്. ഒന്നും പറയാനില്ല. അതും അവിടെ നിൽക്കട്ടെ. ഖലിപ്പൻ്റെ കാന്താരി എന്ന് സ്വയം അവകാശപ്പെട്ട് തന്നെ തല്ലിയ കാര്യം വീരപുരുഷനായിട്ട് നിന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പോലും ഒന്ന് ഖണ്ഡിക്കണമെന്ന് തോന്നാത്ത അവീരത്തി ഭാര്യയുമാണ് കൂട്ട്. അങ്ങനെയുള്ള അവനിക്ക് എങ്ങനെയും ഒരു അറ്റൻഷൻ വേണമല്ലോ. അറ്റൻഷൻ സീക്കിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സായി അണ്ണൻ കുക്കുടു വാവ അതിനകത്ത് പോവാൻ നിൽക്കുക. സായി അണ്ണനെ ഒന്ന് ഒപ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങേരെ കൊണ്ടുവരണം. കാരണം ഇങ്ങേരെ മുമ്പ് എതിർത്തത് റോബിനെയാണ്. അപ്പോൾ റോബിനെ കൊണ്ടുവന്ന് ഒന്ന് അപമാനിച്ച്, ഒന്ന് നശിപ്പിച്ച്, ഒന്ന് നാരാങ്കല്ലാക്കി പുറത്തേക്ക് വിട്ടിട്ട് പോലും പുള്ളിക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് റീസണുമുണ്ട്. കാരണം ഉറച്ച അഭിപ്രായമുള്ള നിലപാടുള്ളവരുടെ കൂടെ ആളുകൾ നിൽക്കും. ആകെ ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനിൽ കാണുന്ന ഒരേ ഒരു ഡീമെറിറ്റ് അഖ്ര എന്ന ബഹളം വെപ്പ് മാത്രമാണ്. ചൈൽഡിഷായി ചേർന്നേരം കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്. അത് ആ ഖ്ര എന്ന ശബ്ദം കാണിക്കുമ്പോൾ തന്നെ തോന്നുന്നത് ചൈൽഡിഷ് ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ജെന്യുവനായിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ്. വളരെ സൈലൻ്റായി പറയേണ്ടവരടുത്ത് പറയേണ്ട മറുപടി പറഞ്ഞ് നിൽക്കുന്ന കൃത്യമായ നിലപാടുള്ള വ്യക്തി. ഇത് അത്രയും എഡിറ്റഡ് ആണ് എന്ന് വന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല. ഒരുപക്ഷെ ആ ചാനലായിരിക്കും ഇനി ഇങ്ങേർക്ക് ആഹാരം കൊടുക്കുക എന്ന ടൈമിൽ പലരും അദ്ദേഹത്തിനെ വിമർശിച്ചപ്പോലും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് എഡിറ്റഡാണ്, കാണിക്കേണ്ട കാര്യം കൃത്യമായിട്ട് കാണിക്കാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം ഇൻവിറ്റേഷൻ കൊടുത്ത് അതിനകത്തേക്ക് കൊണ്ടുപോയി. റോബിന് പേയ്മെൻറ്റ് കൊടുത്തു തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം അവിടെ പോകുന്നതിന് ഇത്ര പേയ്മെൻ്റ് ഒന്നും കൺസിഡറേഷൻ ഉണ്ട്. കിട്ടിയതൊന്നും പോരാതെ ഇനിയിപ്പോൾ അതിനകത്തേക്ക് വൈറ്റ് കാർഡ് എൻട്രിയോ അല്ലെങ്കിൽ ഇനി വേറെ എന്തൊക്കെ കാർഡ് എൻട്രികളുണ്ടല്ലോ അതിലേക്ക് കുത്തി കയറാൻ വേണ്ടിയിട്ടുള്ള അഖിലണ്ണൻ്റെ ഒരു കുൽസിതമായിട്ട് നിങ്ങൾക്കാർക്കും തോന്നിയില്ല? എനിക്കതാണ് തോന്നിയത്. പിന്നെ ഇതിനെക്കാട്ടിയും വലിയൊരു കുൽസിത ശിരോമണി വേറെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിവാഹമോചന നാണക്കേട് വിവാഹ സെപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഒരു വ്യാജേന ഒരു ഡിങ്കോലാബി അതിനകത്ത് നടന്നത് നിങ്ങൾ കണ്ടിരുന്നു. ആരാ? പൊളിപിറോസിനും അണ്ണനും കൂടെ തങ്കച്ചിയും കൂടെ തമ്മിലൊരു ചണ്ടയുണ്ടായി. അവർ രണ്ടുപേരും തമ്മിലൊന്ന് സെപ്പറേറ്റഡായി. അതൊരു നാടകമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 6 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ പ്രഡിക്ഷൻ ഒന്നും തെറ്റാറില്ല. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ നോക്കിക്കോ, വൈറ്റ് കാർഡ് എൻട്രിയിലേക്ക് ഉള്ളിലേക്ക് പോകാൻ പോകുന്നത് ഈ പറയുന്ന പൊളിപിറോസിൻ്റെ പെണ്ണുമ്പളയും പൊളിപിറോസും ഒക്കെ തന്നെയായിരിക്കും. തർക്കിക്കേ വേണ്ട, അവരൊക്കെ വരും. അതിൻ്റെ കൂടെ നമ്മളും കൂടെ ഒന്ന് ബുദ്ധി കയറാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കാണിക്കുന്ന ഒരു ഡ്രാമയാണ്. അതിനകത്ത് ഈ പിള്ളേരൊക്കെ പോയി ചാടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് കാപ്ര മച്ചാൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു. കാപ്ര മച്ച ഒരു വശത്ത് കരയുന്നു, വേറൊരാൾ അപ്പുറത്തിരുന്ന് കരയുന്നു. പല രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് കരച്ചിലുകളാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അതോ ടൈയപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കോബ്ര മച്ചാനും വേറൊരു വ്യക്തിയുടെ അടുത്ത് കണ്ട പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്. അകത്ത് പോയപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തത് ഞങ്ങളാണ്. നീ അകത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ടാണ് പോയത്. അപ്പം തന്നെ തീർന്നില്ലേ നിങ്ങളുടെ ഇൻഫ്ലുവൻസ്? നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സാണോ? നിങ്ങൾ അയാൾ സംസാരിച്ച് അയാൾ സെറ്റപ്പാക്കി വെച്ചിട്ട് അകത്തേക്ക് പോയി. നിങ്ങൾ അവർക്ക് വേണ്ടി വാദോരാത പ്രസംഗിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ജോബിനോട്, അതായത് ഇപ്പോൾ ഇത് ഈ യൂട്യൂബർ എന്ന് പറയുന്ന ഇതിലൊരു ജോബാണല്ലോ. വിമർശനവും ഇത് ക്രിറ്റിസിസവും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു ജോബ് തന്നെയാണ്, സമ്മതിച്ചു. ആ തൊഴിലിനോട് പോലും അനീതിയല്ലേ കാണിച്ചത്? അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വക്കാലത്ത് പറഞ്ഞത് ജനം വിചാരിച്ചത് എന്തായിരുന്നു? നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു തേർഡ് പേഴ്സണായി നിന്നുകൊണ്ട് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ആദ്യമൊക്കെ വിമർശിക്കുക, ദെൻ സപ്പോർട്ട് ചെയ്യുക. ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരെ തന്നെ പറ്റിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം. ഇത് വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു ഡ്രാമ ഒരു മെസ്സേജ് ഇട്ടാൽ അത് അവിടെ ഇടാനുള്ള ആംബിയർ ഉണ്ടാകണം. അത്ര പോലും ആംബിയർ ഇല്ലാത്തവരാണ് നട്ടലിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നട്ടലെന്നൊക്കെ പറയണത് സുമ്മാ കിട്ടൂടെ? ഇതെല്ലാം സുമ്മാ വാർക്ക് എന്തോ നടക്കുന്നു. ഏതായാലും അയാളുടെ വെല്ലുവിളി ഏറ്റുകൊടുത്തുകൊണ്ട് അടുത്ത യൂട്യൂബേഴ്സ് അസോസിയേഷൻസ് എല്ലാം കൂടെ നിരന്ന് നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതെ ഞങ്ങൾ തയ്യാറ്. എന്തിനാണ്? അങ്ങേര് വാങ്ങിച്ചു തരുന്ന ബിരിയാണി തിന്നാൻ പോകാനാണ്. നിങ്ങളൊക്കെ അവിടെ പോയാൽ എന്ത് പറയുമെന്ന് എനിക്കറിയാം. കൃത്യമായി അയാൾക്കിട്ട് 2 കൊട്ട് കൊടുക്കാൻ പ്രാപ്തിയുള്ളവർ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അവനത് കുറുക്കി കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഒന്ന് കേൾപ്പിക്കുക, പെട്ടെന്ന് മറയ്ക്കുക, ഒളിച്ചു വയ്ക്കുക,
പിന്നെ ഇവനങ്ങോട്ട് വീഡിയോ ഇടാനും ഇത് എടുത്ത് വെച്ച് അങ്ങോട്ട് ബാക്കിയുള്ളവർ ഇത് മെനക്കെടാനും. ശരിയാണ്, ഈ രണ്ടുപേരും മെനക്കെട്ടിട്ടുണ്ട്, വേറെ ആരും അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാ? അത് പറഞ്ഞു വെച്ച് അവർ തമ്മിലുള്ള ഒരു ഡിങ്കോലാപ്പിയാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അരിയാഹാരമൊന്നും തിന്നണമെന്ന് നിർബന്ധവും ഇല്ല, കോമൺ സെൻസ് മാത്രം മതിയാകും. അപ്പോൾ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ഡ്രമാറ്റിക് സീനാരിയോ ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കോമഡി പീസുകൾ അതിനകത്ത് കൊണ്ടുവന്നിടും. പിന്നെ മാരാരണനോടാണ്, തുണിപൊക്കി മാരാരെ, നീ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെടാത്തത് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള സ്ത്രീകളുടെ പോരായ്മ തന്നെയാണ്. കേരളത്തിലെ സ്ത്രീപക്ഷവാദികളെന്നും ഫെമിനിസ്റ്റുകളെന്നും ഒക്കെ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവർ പോലെ ഇളിച്ചു കൊണ്ടുവന്ന് നിനക്ക് മാലയിടുന്ന രീതി ഇവിടെ നിലനിൽക്കുമ്പോൾ ഒന്നും പറയാനില്ല, നത്തിങ് ഡൂയിങ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിനക്ക് ആ തെറ്റെന്താണെന്ന് നിനക്ക് ഇതുവരെ തിരുത്തി തരാൻ ആരുമില്ലാത്തത്. നിൻ്റെ അമ്മയ്ക്കോ നിൻ്റെ വീട്ടിലെ ഭാര്യയ്ക്കോ ആ 2 കൊച്ചു മക്കൾക്കോ ഒന്നും തന്നെ ഇത് തിരുത്തി പറയാനുള്ള ഒരു ബുദ്ധിയോ ബോധമോ ഇല്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെ വളർന്നു വന്നാൽ ചിലപ്പോൾ നിനക്കിട്ട് 2 തരും. കാരണം അവർക്ക് മനസ്സിലാകുമായിരിക്കും ഇൻ ഫ്യൂച്ചറിൽ അവരനുഭവിക്കാൻ പോകുന്ന ഡിസ്ക്രിമിനേഷൻ അവർക്ക് പിടികിട്ടുമ്പോൾ അവർ പറയും, അച്ഛൻ ഇങ്ങനത്തെ പരിപാടി ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ആ കുട്ടികൾ പറയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രതീക്ഷയും അറിയത്തില്ല. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ട തബ്രപ്യോ എന്നാണ് എൻ്റെ കൂടെയല്ലേ വളർപ്പ്. അപ്പോൾ പിന്നെ അതെങ്ങനെയാകും നമുക്കൊന്നും നിശ്ചയിക്കാൻ ഒക്കത്തില്ല. എനിവേ, എന്തു തന്നെ ആയാലും തുണി പൊക്കി സ്ത്രീകളെ കാണിച്ചിട്ടത് കേമത്തരമാണെന്ന് പറയുകയും ഒരു വക്കീലിൻ്റെ വാക്ചാതുര്യം കൊണ്ട് കോടതി പോലെ ഒരു സാധനം ഉണ്ടാക്കി ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ട് പോലും അയാളെ ഖണ്ഡിക്കാൻ കഴിയാതെ വക്കീൽ എന്ന വ്യാജന അവിടെ കയറുന്ന മന്ദബുദ്ധിക്കും അത് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. സോ ഓൾ ഇൻ ടോട്ടൽ എഡിറ്റഡ് ആയിട്ടുള്ളൊരു ഷോയിൽ കൃത്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുകയില്ലേ എന്ന നല്ല വ്യക്തമായ ധാരണയിൽ ഈ പ്രോഗ്രാം കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുക തന്നെ. തീർച്ചയായിട്ടും ക്രിറ്റിസിസം എന്തായാലും എൻ്റെ ഉണ്ടാവുന്നത് എടുത്ത് വെച്ച് പറയുക എന്നുള്ളത് എൻ്റെ പരിപാടി തന്നെയാണ്. പക്ഷേ താൻ ചെയ്ത തെറ്ററിയാതെ വീണ്ടും ഇരുന്ന് വെയിമ്പിളക്കുന്ന നിനക്ക് പെണ്ണുങ്ങളാണ് മറുപടി തരേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് സോ അൺഫോർച്യൂനേറ്റ്. പെണ്ണുങ്ങൾ വിമർശനത്തിൽ കുറവാണ്, പേടിയുള്ള പെണ്ണുങ്ങളാണ് അധികവും ഉള്ളത്. അവരൊന്നും അത് പറയാനും പോകുന്നില്ല. ആ ധൈര്യമാണല്ലോ നിന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയിക്കുന്നത്. അതിനകത്ത് നീ കാണിച്ച വിവേചനങ്ങൾ, അതിനകത്ത് നീ കാണിച്ച നിന്റെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ തന്നെ തെറ്റാണ്. നീ ഈ മരിച്ചുപോയ ഒരു ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരാളെ പറ്റി, മധുവിനെ പറ്റി വളരെ മോശമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത്തരം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഒരാൾക്ക് മാപ്പ് പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം ഭീകരമായ ഒരു വൃത്തികെട്ട വർത്താനം അത്രയും വലിയൊരു ഷോയിൽ പോയി നീ പറഞ്ഞിട്ടും ഏഷ്യാനെറ്റിന് അത് മനസ്സിലായിട്ടില്ല വെച്ചാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു പ്രത്യേകതരം രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവരുടെ ശ്രദ്ധയിൽപ്പെടൂ, അല്ലാത്തൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. വ്യക്തിഹത്യകൾ ഏറ്റവും ഭീകരമായി നടത്തിയത് താനാണ്. സ്ത്രീകളെ ഏറ്റവും അധികം മോശമായി സംസാരിച്ചത് താനാണ്. പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഒരു പൊതു ഇടത്തിൽ വന്ന്, അത് പൊതു ഇടം തന്നെയാണ്, അവിടെ വന്നിരുന്ന് തുണി പൊക്കി കാണിച്ചിട്ട് അതിനെയും ന്യായീകരിച്ചതും താനാണ്. തനിക്ക് കിട്ടേണ്ട പേര് മറ്റേ പേരാണ്. ഏത് പേരാണ്? തുണി പൊക്കി മാറാർ എന്നാണ്. അതാണ് ആപ്റ്റായ പേര്. അത് തരാൻ മിടുക്കികളായ പെണ്ണുങ്ങൾ ഇല്ലാതെ പോയത് കുറ്റം തന്നെയാണ്. ശോഭ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ നല്ലൊരു ഒപ്പോണൻ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് നീ ജയിച്ചത്. അവിടെ നിനക്ക് എതിർക്കാൻ അത്രത്തോളം തുല്യശക്തികളായി മറ്റാരുമില്ല. അതായത് നിന്നോളം ഫ്രോഡുകൾ അതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് നീ ജയിച്ചു. അത് ഫ്രോഡുകൾക്ക് ജയിക്കാനുള്ളൊരു മേഖലയായിട്ട് എനിക്ക് മനസ്സിലായി. സാബു ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനാണ്. അവനാണ് ഗപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സ്ത്രീവിരുദ്ധന് വേണ്ടിയിട്ട് അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളതും. അതുകൊണ്ട് തന്നെയാണ് നീ ജയിച്ചു നിൽക്കുന്നത്. ഇന്നും നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾക്ക്, കുലസ്ത്രീകൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല തങ്ങൾ അടിമകളാണെന്നും തങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മോചനം വേണമെന്നും, മോചനം നമുക്ക് മാത്രമല്ല അടുത്ത ജനറേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ വേണമെന്നുള്ള ബോധമില്ലാത്ത സ്ത്രീകൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. പക്ഷെ അതിനർത്ഥം നീ മിടുക്കനാണ് എന്നല്ല. നീ ഈ ഒരു വിഷയത്തിൽ മഹാപിഴയാണ്. എനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ അതിനകത്ത് ഡിബേറ്റ് എന്തിനാണ്? അവരൊന്നും വന്ന് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. പ്ലാനഡായിട്ട് നിന്നെ പർപ്പസ്ലി ജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഷോയാണത്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് നിനക്കെന്ത് കൾച്ചർ, നിനക്കെന്ത് ക്യാരക്ടർ. പുറത്ത് നിന്നുകൊണ്ട് നീ പറഞ്ഞിരുന്നു നിന്റെ വാക്കിന് പോലും വിലയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ബിഗ് ബോസിലേക്ക് ഞാൻ പോകില്ല, അതിലും ഭേദം ലുലു മാളിൽ പോയി ഞാൻ തുണി പൊക്കി കാണിക്കുമെന്ന്. മൊത്തത്തിൽ നീ തുണി പൊക്കലാണ് നിന്റെ പരിപാടി. അപ്പോൾ ലുലു മാളിൽ പോയി തുണി പൊക്കുന്നതിന് പകരം നീ ബിഗ് ബോസിൽ പോയി തുണി പൊക്കി. അതല്ലേ യാഥാർത്ഥ്യം? പോകില്ല എന്ന് പറഞ്ഞിടത്തേക്ക് തന്നെ നീ പോകുന്നു. അവിടെ ചെന്ന ശേഷം നിനക്കതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു. അതിന് മുമ്പ് നിനക്കതൊരു വൾഗർ ഷോ ആയിട്ട് തോന്നുന്നു. മനുഷ്യൻ ബുദ്ധിയുള്ള, അതായത് യാഥാർത്ഥ്യബോധമുള്ള ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യന്
മനസ്സിലാകുന്ന കാര്യമാണ് നീ അതിനകത്ത് കാണിച്ചത് എന്തൊക്കെയാണ്. പിന്നെ നിന്നെ അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത സംഘാടകർ, പിന്നെ അതിനുശേഷം നിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തിത്വമുള്ള റോബിനെ പോലുള്ളവരെ കൊണ്ടുവന്ന് വ്യക്തിഹത്യ ചെയ്ത് പുറത്തേക്കാക്കിയത്. റോബിനെ കൊണ്ടുവന്നതും അതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്ന ആ പയ്യനായിരുന്നു. ആ ചെറുക്കനെ അവനെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അവനും റോബിനും തമ്മിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതായി ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അവരെ രണ്ടുപേരെയും മൊത്തത്തിൽ പൊതുസമൂഹത്തിൽ വക്രീകരിച്ച് കാണിച്ചിട്ട് അതിനകത്ത് ആ ചെറുക്കൻ പോയി വീഴുകയും ചെയ്തു. ഇല്ലെങ്കിൽ നിനക്ക് തുല്യമായി നിന്നതാണ് ആ പയ്യൻ. കറക്റ്റായിട്ട് സ്ട്രാറ്റജിയോടെ കളിച്ച നിന്നോട് ഫ്രോഡോ അല്ല. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ ഫ്രോഡുകളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ ആ പയ്യനെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവനെ ചീത്തയാക്കണം. അതിന് വേണ്ടിയിട്ട് ആരെ കൊണ്ടുവരണം? റോബിൻ രാധാകൃഷ്ണനെ കൊണ്ടുവരണം. അയാളാകുമ്പോൾ കുറച്ച് അക്സെപ്റ്റൻസ് ഉള്ള ആളാണ്. അയാളെ കൊണ്ടുവന്ന് ആ പയ്യനോട് കൂടി സിങ്കാവാൻ പറഞ്ഞു. അവനുമായിട്ട് സംസാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് വരുത്തി തീർത്തു. അത് എഡിറ്റഡ് ആക്കി കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കാതെ എഡിറ്റഡ് വേർഷൻ പുറത്തേക്ക് കാണിച്ച് ആ പയ്യനെയും ഇകഴ്ത്തി റോബിനെയും നാശമാക്കി ഇവനെ ബൂസ്റ്റപ്പ് ചെയ്തു എന്നൊരു കാര്യമാണ് ഏഷ്യാനെറ്റ് കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എൻ്റെ നാക്കിൽ വരുന്ന വർത്തമാനം എന്തുവാണ്, ആ നല്ല സീസണാണ്, ബെസ്റ്റ് സീസണാണ്, അതിനകത്തുള്ളതുകൊണ്ടല്ലേ എനിക്കങ്ങനെയല്ല തോന്നിയത്. കൂട്ടത്തിൽ താൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഒരുത്തൻ ഓടിച്ചിട്ട് തന്നെ പിടിച്ചു. അതിനകത്ത് തനിക്ക് ഉത്തരം മുട്ടുന്ന ഒരു രീതി ഉണ്ടായി. അതുകൊണ്ട് തനിക്ക് ക്രൗഡിലേക്ക് വരാൻ ഒരു പേടിയാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ മുന്നിൽ വന്ന് കാലിൽ പിടിക്കാൻ സായിയെ നിർദ്ദേശിച്ചതും ബിഗ് ബോസ് ആണ്. അതിന് ഓഫർ കൊടുത്തത് അടുത്ത ബിഗ് ബോസിൽ അവന് ഇടം എന്നുള്ള രീതിയിലാണ്. അതൊക്കെയുള്ള കളിയൊക്കെയാണ് കളിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായെന്നാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസിൽ അടുത്ത വർഷത്തിൽ കയറാനുള്ള, അതായത് സീസൺ 6 അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ കാലി വന്ന് പിടിച്ചു സായി. അത് പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടിക്കാണ്. ആരെ എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയും, പിന്നെ പോയി കാലിയെ വീഴും. അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്, അതിന് തർക്കമേ ഇല്ല. പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നിടത്താണ് പിന്നെ ഭയങ്കര ഗഡ്സ്, ഭയങ്കര തൻ്റെ ഇടം, ഭയങ്കര പെർഫെക്ഷൻ ഒക്കെ പറയുന്ന നീ തുണിപൊക്കി മാരാരാണെന്ന് പറയാൻ 10 പെണ്ണുങ്ങൾ തയ്യാറാകാത്തടുത്ത് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ തന്നെയാണത്. അതിൽ നീ വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നു. ശരിയാണ്, വിട്ടു തന്ന് ഞാൻ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾക്കൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടി. ഒരു പക്ഷേ പെണ്ണുങ്ങളൊന്നും ഈ പറയുന്ന സാധനങ്ങൾ കാണുന്നുണ്ടാകത്തില്ല. കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കേണ്ട. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നിനക്കെതിരെ വനിതാ കമ്മീഷന്. നിനക്ക് എന്നെ ചലഞ്ച് ചെയ്യണമെന്ന് തോന്നിയില്ലേ? കഷ്ടമാണ്. തോന്നില്ല. പിന്നെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്നൊന്നും തോന്നണ്ട. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ 2 പെൺമക്കളാണ് നിനക്ക്. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരി ഉണ്ടെങ്കിൽ അതുമുണ്ട്. ഈ സ്ത്രീകളെ ഒക്കെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരുത്തൻ പുറത്തൊരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. നിനക്ക് ജയിക്കാൻ ഒരു സ്ട്രാറ്റജി നീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തനിച്ച് നിന്ന് പൊരുതുന്ന ഒരു പെണ്ണിനെ നീ പർപ്പസ്ലി പോക്ക് ചെയ്തു. ആ പെൺകുട്ടിയെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മെൻ്റൽ ഇത് കൊടുക്കുകയും നീ ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ആ ഷോക്കാർ അത് എൻ്റർടൈനും ചെയ്തു. ബിക്കോസ് ദേ നീഡ് യു, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശോഭയാണ് അതിനെ പ്രതികരിക്കേണ്ടത്. പുറത്തേക്ക് വന്ന് അവൾ സൈലൻ്റ് ആകുന്നിടത്ത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ എന്ന് പറയുന്നിടത്ത് ഒന്നും പറയാനില്ല. അനുഭവിച്ചോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം പെൺകുട്ടികളാണ് സത്യത്തിൽ സ്ത്രീകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദിസ് ഈസ് മൈ പോയിന്റ്. കണ്ടിന്യൂറ്റി ഉണ്ടാകും തീർച്ചയായിട്ടും. കൂടുതൽ അനലൈസേഷനും കൂടുതൽ വിമർശനങ്ങളുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അഖിൽ മാരാറിൻ്റെ ഈ നാടകം ഒന്നിന് മാത്രമാണ്, വൈറ്റ് കാർഡ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല അവരിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാകും. പൊട്ടത്തരം കണ്ടുകൊണ്ട് നിങ്ങളാരും പോയി ചാടണ്ട. ധൈര്യമുള്ളവൻ ആ വീഡിയോ ഇവിടെ ഇട്ടേക്കും. അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് റെക്കോർഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവൻ്റെ ചാനലിൽ എന്ത് വരണമെന്ന് പറഞ്ഞ് വാങ്ങിക്കേറി നോക്കിയിരിക്കില്ലേ ജനങ്ങൾ. വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഒരു ഓഫറിങ് പിച്ച കൊടുക്കുകയാണ്. ആഹാരമൊക്കെ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. നീ അതൊക്കെ ഓഫർ ചെയ്യാം, കുഴപ്പമില്ല. അതിനകത്ത് ഒരു നാണക്കേടുമില്ല. അത് വാങ്ങിക്കഴിക്കാൻ വരുന്നവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട് ഇല്ലയോ എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു. ആ ധ്വനിയിൽ നീ പട്ടിക്ക് ആഹാരം കൊടുക്കുന്നതാണ് കാണുന്നുള്ളത് 2ാമത്തെ വീഡിയോയിലും നീ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെയും അത് ഏറ്റുപിടിച്ച് ഞങ്ങൾ പട്ടികളാണ്, ഞങ്ങൾ വരാൻ തയ്യാറ് എന്ന് പറയുന്നിടത്ത് ഇവർ തമ്മിലുള്ള സിങ്കിങ്ങും വെളിയിലാണ്. സോ ദാറ്റ് ഈസ് മൈ വ്യൂ പോയിന്റ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. താങ്ക് യു.